കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനാലിസിസ് പാർട്ട് നോക്കിയായിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈനാണ്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് സൈസ് 25, സെക്കൻഡ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സൈസ് 12 mm, മിനിമം മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് 10 mm ആയിരിക്കണം, മിനിമം സെക്കൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് 8 mm ആണ്. അപ്പോൾ ഈ ഡേറ്റാസൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അനാലിസിസ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിൻ്റെ ഡിസൈനിങ് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് മോഡലിംഗിലേക്ക് പോവുക. മോഡലിംഗ്. അപ്പോൾ മോഡലിങ്ങിനകത്ത് നമുക്ക് ഡിസൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിസൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യാം. ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീൽ ഡിസൈൻ, കോൺക്രീറ്റ് ഡിസൈൻ, ടിമ്പർ, അലൂമിനിയം, ഷിയർ വാൾ എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിൽ ക്ലിക്ക് ചെയ്യാം. കോൺക്രീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു കോൺക്രീറ്റ് ഡിസൈനിൻ്റെ ടാബ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് കോഡ് ഏതാണെന്ന് ചോദിക്കുന്നു, കറണ്ട് കോഡ്. ഇപ്പോൾ ഓൾറെഡി IS 456 ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ IS 456 കാണിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് IS 456 നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവൈലബിൾ പാരാമീറ്റേഴ്സ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരെയും കാണുക. ഇവിടെ ഞാൻ എല്ലാ പാരാമീറ്റേഴ്സും കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഡബിൾ ആരോ ക്ലിക്ക് ചെയ്ത് എല്ലാ പാരാമീറ്റേഴ്സിനും സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ഡിഫൈൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പാരാമീറ്റേഴ്സിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി സ്റ്റാഡ് കുറേ വാല്യൂസ് ഡിഫോൾട്ടായിട്ട് തരും. നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലിയർ കവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിയർ എന്ന് വെച്ചാൽ എന്താണ്, distance from the surface of the member to the edge of the outermost reinforcement. അപ്പോൾ ക്ലിയർ കവർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് ക്ലിയർ കവർ തന്നിരുന്നത് 0.03 മീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് FC വാല്യൂ. ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരുന്നത് M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ M25 ഗ്രേഡ് കോൺക്രീറ്റ് ആയതുകൊണ്ട് കംപ്രസീവ് സ്ട്രെങ്ത് 25,000 kN per meter square. ഇവിടെ യൂണിറ്റ് kN per meter square എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എവിടെ വരുന്നത്, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വരും. അപ്പോൾ ക്ലിയറിന് നമ്മൾ നേരത്തെ ആഡ് ചെയ്തില്ല. ക്ലിയർ സെലക്ട് ചെയ്യുക. ക്ലിയർ സെലക്ട് ചെയ്ത് ആഡ് കൊടുക്കുക. അപ്പോൾ ആഡ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വരും. ഇത് വീണ്ടും നമുക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ ക്ലിയർ കവർ കൊടുത്തു, FCക്ക് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് കൊടുത്തു. ഇനി F5 മെയിൻ. അപ്പോൾ നമുക്കിവിടെ 500 ആണ് സ്റ്റീലിൻ്റെ ഗ്രേഡ് തന്നിരിക്കുന്നത്. kN per meter square ആയതുകൊണ്ട് 500 × 1000 kN per meter square yield strength of main reinforcement. ഇനി നെക്സ്റ്റ് F5 സെക്കൻഡറി. ഇതും 500 ആണ്. അപ്പോൾ kN per meter square ആയതുകൊണ്ട് 500 × 1000 kN per meter square ആഡ് ചെയ്യുക. ഇനി മാക്സിമം മെയിൻ റീഇൻഫോഴ്സ്മെന്റ് സൈസ് 25 mm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 25 സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി മാക്സിമം സെക്കൻഡറി തന്നിരുന്നത് 12 ആണ്. 12 ഇവിടെ സെലക്ട് ആയി കിടപ്പുണ്ട്, ആഡ് ചെയ്യുക. ഇനി മിനിമം മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, അതിൻ്റെ സൈസ് 10 mm ആണ്. അപ്പോൾ 10 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ആഡ് ചെയ്യുക. ഇനി മിനിമം സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് 8 mm ആഡ്. ഇപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ ഈ വാല്യൂസ് കൊടുത്തോണ്ടാണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലോസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. ക്ലിയർ, F5 മെയിൻ, F5 സെക്കൻഡറി, മാക്സിമം മെയിൻ, മാക്സിമം സെക്കൻഡറി, മിനിമം മെയിൻ, മിനിമം സെക്കൻഡറി, പിന്നെ FC വാല്യൂ. ഇനി എന്ത് ചെയ്യണം, ഈ വാല്യൂസ് എല്ലാം നമ്മൾ അസൈൻ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അസൈൻഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ ടു വ്യൂ കൊടുത്താൽ മതി. ബിക്കോസ് ടോട്ടൽ എല്ലായിടത്തും ഇത് അസൈൻ ആണ്. ഇത് ബി ഫുള്ളായിട്ട് ഈ വാല്യൂ ആണ് അസൈൻഡ് ആകുന്നത്. അപ്പോൾ അസൈൻ ടു വ്യൂ ക്ലിക്ക് ചെയ്യുക, അസൈൻ ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് കാണിക്കും, S ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് മാറി ടിക്ക് വന്നു.
ക്ലിയർ സെലക്ട് ചെയ്യുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ ചെയ്യുക. F5 മെയിൻ സെലക്ട് ചെയ്യുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ. ഇനി F5 സെക്കൻഡറി, അസൈൻ ടു വ്യൂ, അസൈൻ. ഇനി മാക്സ് മെയിൻ, അസൈൻ ടു വ്യൂ, അസൈൻ. മാക്സിമം സെക്കൻഡറി, അസൈൻ ടു വ്യൂ, അസൈൻ. ഇനി മിനിമം മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ ക്ലിക്ക് ചെയ്യുക. മിനിമം സെക്കൻഡറി, അസൈൻ ടു വ്യൂ, അസൈൻ. അങ്ങനെ എല്ലാം നമ്മൾ അസൈൻ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? സെലക്ട് പാരാമീറ്റേഴ്സിൽ പോയി നമ്മുടെ ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ പാരാമീറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് ഇവിടെ ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കമാൻഡ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കമാൻഡ്സ് ഓപ്ഷനിൽ ഡിസൈൻ ബീം, ഡിസൈൻ കോളം, ഡിസൈൻ സ്ലാബ്, പിന്നെ ടേക്ക് ഓഫ്. നമ്മുടെ ഡിസൈൻ ബീം ആണ് ചെയ്തത്. ഇപ്പോൾ ഡിസൈൻ ബീം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈൻ ബീം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്നു. അപ്പോൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, അസൈൻ ടു വ്യൂ കൊടുക്കുക, അസൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീം ഡിസൈനിങ് അവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കമാൻഡ്സിൽ ഒന്നും കൂടി പോവുക. ടേക്ക് ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടേക്ക് ഓഫ് ഓപ്ഷൻ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. കോൺക്രീറ്റിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബീം കൺസ്ട്രക്റ്റിന് എത്രമാത്രം കോൺക്രീറ്റ് ആവശ്യമുണ്ട് അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ്ട് കോൺക്രീറ്റ് ടെക് ഇത് ഓൾറെഡി അസൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ടിക്ക് മാർക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇനി വേണ്ട എന്താണ്? നമുക്കിതിൻ്റെ റിസൾട്ട് എടുക്കാനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ അനാലിസിസ് പാർട്ടിൽ ചെയ്ത പോലെ എന്ത് ചെയ്യാം? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്ന് അനാലിസിസ് ബാർ പ്രിന്റിൽ വന്ന് നമുക്ക് പെർഫോം അനാലിസിസ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. നോ പ്രിന്റ് തന്നെയാണ്. ആഡ്, ക്ലോസ്. അപ്പോൾ നമുക്കിവിടെ പെർഫോം അനാലിസിസ് ടിക്കായി വന്നു. ഇനി നമുക്ക് ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അനലൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അനലൈസിനകത്ത് റൺ അനാലിസിസ്. അപ്പോൾ 0 എറർ, 0 വാർണിംഗ്, 0 നോട്ട്സ്. ഇതിനകത്ത് വ്യൂ ഔട്ട്പുട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ഔട്ട്പുട്ട് ഫയൽ ഡൺ. അപ്പോൾ ഔട്ട്പുട്ട് ഫയലിനകത്ത് നമുക്ക് തണ്ടേ ഇവിടെ കോൺക്രീറ്റ് ഡിസൈൻ ഉണ്ട്. കോൺക്രീറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്യാം. കോൺക്രീറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തണ്ടേ റിസൾട്ട് വന്നു. നമുക്ക് 4 സ്പാൻ ഉണ്ടായിരുന്നു. പലത് ഫസ്റ്റ് സ്പാൻ ആണ് ബീം 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ്, ബോട്ടം റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ് 301.76 സ്ക്വയർ മില്ലിമീറ്റർ. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി സമ്മറി ഓഫ് പ്രൊവൈഡഡ് റീഇൻഫോഴ്സ്മെന്റ്, ഇത് റിക്വയർഡും താഴെ പ്രൊവൈഡഡിന്റെയും ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. ഇനി ബീം നമ്പർ 2ന്റെ ഡീറ്റെയിൽസ്, ബീം നമ്പർ 3യുടെ ഡീറ്റെയിൽസ്, ഇനി ബീം നമ്പർ 4ന്റെ ഡീറ്റെയിൽസ്. ഇനി അതാണ്ടേ കോൺക്രീറ്റ് ടേക്ക് ഓഫ്. നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റ് 2.2 മീറ്റർ ക്യൂബ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ 8 mm ബാറും 10 mm ബാറും 12 mm ബാറും ഉണ്ട്. 8 mm ബാറിന്റെ വെയിറ്റ് 322 ന്യൂട്ടൺസ്. ന്യൂ എന്ന് കൊടുത്തിരിക്കുന്നത് ന്യൂട്ടൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് റീഇൻഫോഴ്സ്മെന്റ് 1095. അപ്പോൾ ഇതാണ് നമുക്ക് കോൺക്രീറ്റ് ഡിസൈനിങ്ങിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഈ പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേജസ് കാണിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 1 to 6. അപ്പോൾ ക്ലിക്ക് ചെയ്യാം, നമ്മൾ സേവ് ചെയ്യാം. ഡിസൈൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ആ ഫസ്റ്റ് 2 പേജ് നമ്മൾ പ്രിന്റ് എടുക്കണമെന്നില്ല, ഈ ഡീറ്റെയിൽസ് മുതൽ മതി. ബീം നമ്പർ 1 സമ്മറി ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ബീം നമ്പർ 2, പിന്നെ ബീം നമ്പർ 3, ബീം നമ്പർ 4. അത് കഴിയുമ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ടേക്ക് ഓഫിന്റെ വാല്യൂസ്. അപ്പോൾ പേജ് നമ്പർ 3 to 6 ആണ് നമുക്ക് വേണ്ട വാല്യൂസ്. ബാക്കിയൊക്കെ ബാക്കി വാല്യൂസ് നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബീമിനകത്ത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ബീമിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് ലാസ്റ്റ് പാർട്ടിൽ കോൺക്രീറ്റ് ഡിസൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബീമിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്, കണ്ടോ?
അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻഡിലെ ക്രോസ് സെക്ഷൻ ആണ്. നടുക്കത്തെ ഫിഗർ ഈ സെന്റർ പാർട്ടിലെ ക്രോസ് സെക്ഷനും മൂന്നാമത്തെ ഫിഗർ ഈ ലാസ്റ്റ് പാർട്ടിലെ ക്രോസ് സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ കണക്ക് ഇത് ബീം 1 ആണ്. ബീം 1 ഡിസൈൻ കോഡ് IS456. ഇവിടെ നമുക്ക് ഈ പ്രിന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ബീം 1 So beam 1 കണ്ടോ, 6 numbers of 8 mm bar center to center, 300 mm center to center spacing. സോ ഇതേ കണക്ക് ഇത് ബീം 1 ആണ്. ബാക്കി ബീംസിൻ്റെ ഫിഗേഴ്സ് പ്രിന്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ബീമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോൺക്രീറ്റ് ഡിസൈൻ എടുക്കുക, പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് 4 എണ്ണത്തിൻ്റെയും എന്ത് ചെയ്യുക, റിസൾട്ട് ഡീറ്റെയിലിങ്ങിൻ്റെ പ്രിന്റ് ഔട്ട്സ് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അനാലിസിസും ഡിസൈൻ പാർട്ടും. ഇപ്പോൾ ഡിസൈൻ പാർട്ടിനകത്ത് നമ്മൾ ഏതാണ് ഈ ഡിസൈൻ വെച്ചിട്ടാണ്, ഈ ഡിസൈൻ ഓപ്ഷൻ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഡിസൈനാണ് വരുന്നത്. കോൺക്രീറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കോൺക്രീറ്റിൻ്റെ കോഡ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓരോ രാജ്യത്തിനും അവിടെ കോഡ് ഓഫ് റെഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് അവരുടെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ.